നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് ബീഹാറിലെയാണ്. ബീഹാർ നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നടത്തിയ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അത് കോൺഗ്രസിന് അനുകൂലമാകുമോ, BJPക്ക് വലിയ രീതിയിൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ പക്ഷേ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വരുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സർവേകൾ പുറത്തുവിടുന്നത്. ഈ സർവേകൾ പുറത്തു വരുന്ന സമയത്ത് പരമ്പരാഗതമായിട്ട് ഇവിടെ പറയുന്നത് ഇലക്ഷൻ തോൽക്കുന്ന ദിവസം വരെയും കോൺഗ്രസ്സുകാർ പറയും ഇത് BJPയുടെ ഗൂഢാലോചനയാണ്, പ്ലാനിങ് ആണ്, ഇതൊന്നും യാഥാർത്ഥ്യമാകില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കറിയാം, ദില്ലി ഇലക്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാഷ്ട്ര ഇലക്ഷൻ എല്ലാം തന്നെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഇതേ ചാനലുകൾ കൃത്യമായിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള വിഷയം തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അപ്പോൾ ഇത്തവണയും ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ടൈംസ് നൗ പറയുന്നുണ്ട്. ടൈംസ് നൗവിനെ സംബന്ധിച്ച് അവർ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ 45% വോട്ടുകൾ NDA നേടും. അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധൻ 35%. അത് നമ്മൾക്കറിയാമല്ലോ, കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഈ മഹാഗഡ്ബന്ധൻ. CPM-ഉം CPIML ഇതെല്ലാം ഈ പറയുന്ന സഖ്യത്തിനോടൊപ്പം തന്നെയാണ്. ഒരു സംശയവുമില്ല, കേരളത്തിൽ അടിപിടി കൂടുന്ന ഇവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് ബീഹാർ ഇലക്ഷന് വലിയ രീതിയിൽ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ജൻ സ്വരാജ് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവർക്ക് 12%, മറ്റുള്ള ആളുകൾക്ക് ഒവൈസി അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഏകദേശം 8% കൂടി വോട്ടുകൾ ലഭിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ടൈംസ് നൗവിന്റെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 45% വോട്ടുകൾ NDA നേടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഒരിക്കൽ കൂടി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാൻ തന്നെയാണ് സാധ്യത. അവർ പറയുന്ന സീറ്റുകളുടെ ഒരു അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ NDA 136 സീറ്റുകളും മഹാഗഡ്ബന്ധൻ 75 സീറ്റുകളും മറ്റുള്ളവർ 6 സീറ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടി 26 സീറ്റുകളും നേടുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 135 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 243 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. അതിൽ 122 സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് വരാൻ സാധിക്കും. കഴിഞ്ഞ വട്ടം ഇത് 138 സീറ്റുകളോട് കൂടിയിട്ടാണ് NDA വന്നത്. ഇത്തവണ 136 സീറ്റുകൾ BJP നിലനിർത്തും എന്നാണ്, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിലനിർത്തും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വട്ടം 84 സീറ്റുകളാണ്, 102 സീറ്റുകളിൽ മത്സരിച്ച BJPക്ക് 84 സീറ്റുകളാണ് അവിടെ നേടാൻ സാധിച്ചത്. അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വലിയ ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കാം ഈ ഒരു അവസ്ഥ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ബീഹാറിന്റെ ഒരു കാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പക്ഷെ രാജ്യത്തെ BJP വിരുദ്ധരായിട്ടുള്ള പല ആളുകളും നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ബീഹാർ ഇലക്ഷനിൽ BJP ഇത്തവണ ജയിക്കില്ല. നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 20-25 വർഷമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ വെറുത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ബീഹാറിന്റെ വികസനത്തിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു വലിയ വലിയ മാറ്റങ്ങൾ ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് ജാതി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചരിത്രപരമായിട്ട് ഉള്ള ഒരു പല സംവിധാനങ്ങളുമുള്ള ഒരു സംസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വേരുകളും തച്ചു തകർക്കുന്ന ഗുണ്ടകളും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകളും മാത്രം ചേർന്നുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. കന്നുകാലികളുടെ ഭക്ഷ്യത്തിൽ നിന്ന് പോലും വലിയ രീതിയിൽ അഴിമതി നടത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളായിരുന്നു അവർ. ഈ ഒരു സാഹചര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വികസനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നുള്ള ഒരു സംഭവത്തിലൂടെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചത്. അത് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അവിടുത്തെ യാദവ വോട്ടർമാരുടെ ശക്തി എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ തന്നെ മറച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾ നിതീഷ് കുമാറിലേക്ക് ഭരണ സംവിധാനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. ഗുണ്ടകളെ നിലക്ക് നിർത്താൻ യോഗി ആദിത്യനാഥിനെ എത്രത്തോളം സാധിച്ചുവോ അതുപോലെ തന്നെയായിരുന്നു നിതീഷ് കുമാറും ബീഹാറിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത്. മറ്റൊരു സർവേ, ക്യാപിറ്റൽ സർവേ പറയുന്നത്, അവർ കണക്കുകൾ പറയുന്നില്ല, പക്ഷെ അവർ നിരീക്ഷണമാണ് പറയുന്നത്. അവർ പറയുന്നത് NDAക്ക് പ്രതിപക്ഷ മഹാസഖ്യത്തെക്കാൾ വ്യക്തമായ മുൻതൂക്കം ലഭിക്കാൻ ഈ പറയുന്ന ബീഹാറിൽ എല്ലാവിധ സാഹചര്യമുണ്ട്. 2020 തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വിജയം NDAക്ക് ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് തമാശയായിട്ട് പറയുന്നല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ
ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അമിത് തിവാരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് 130 മുതൽ 135 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും മഹാസഖ്യത്തിന് 100 മുതൽ 110 വരെ സീറ്റുകൾ ഒതുങ്ങുമെന്നും നിലവിൽ 122 സീറ്റുകൾ മാത്രം ഭൂരിപക്ഷത്തിന് വേണ്ട ഒരു സംസ്ഥാനത്ത് അത് BJP നിസ്സാരമായിട്ട് നേടുമെന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സി വോട്ടർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട മുഖ്യ മാധ്യമ പ്രവർത്തകൻ യശ്വന്ത് ദേശ്മുഖിന്റെ ഒരു നിരീക്ഷണത്തിൽ ബീഹാറിലെ വനിതാ വോട്ടർമാർ അവരുടെ ഒരു വലിയ പിന്തുണ NDAക്കുണ്ട്. BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്, NDAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇവരുടെ ഭാഗത്തുള്ളത്. യാദവ മുസ്ലിം സഖ്യ വോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടിനെ മറികടക്കാൻ NDAക്ക് ഈ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ വോട്ടർമാരുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ ബീഹാറിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 75 ലക്ഷം സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടി 10,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് സ്ത്രീകളുടെ കൃത്യമായിട്ടുള്ള പിന്തുണ മോദിക്കും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനുമാണ് എന്നുള്ളതിൽ വ്യക്തമാണ്. മറ്റൊരു ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ പോൾ അവർ ഈ പറയുന്ന ഈ വർഷം തന്നെ ആദ്യം എടുത്തിരിക്കുന്ന ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാഹചര്യത്തിൽ അടിസ്ഥാനമാക്കി സർവേ ആയിരുന്നെങ്കിലും BJP ഉൾപ്പെടെ NDA സഖ്യം ഒന്നിച്ചു നിന്നാൽ സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താൻ കഴിയുമെന്നും BJPക്ക് വ്യക്തമായിട്ടുള്ള സാധ്യതകളാണ് അവർ പറഞ്ഞത്. നിതീഷ് കുമാറിന്റെ ജനപ്രീതി അത് ഒരു വലിയ നിർണായകമായിട്ടുള്ള സംഭവം എന്നാണ്. നിതീഷ് കുമാറിന്റെ ജനപ്രീതി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ BJP നേടുന്ന സീറ്റുകൾ കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ പറയുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. BJP JDU സഖ്യം അത് ഒരു നിസ്സാരമല്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒറ്റക്ക് അധികാരം ലഭിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ബീഹാറിൽ ഉണ്ടെങ്കിൽ പോലും കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ മാറ്റത്തിനെ ജനങ്ങൾ തന്നെ എടുത്ത് ചവിട്ടുകൊട്ടയിൽ എറിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അഴിമതിയും ഗുണ്ടായുസവും മാത്രം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ ഇന്ന് കാണുന്ന ഒരു വികസനത്തിന്റെ ഒരു തുടക്കം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അത് NDA അധികാരത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ലാലു പ്രസാദ് യാദവിന്റെ നമ്മൾക്കറിയാം കന്നുകാലികളുടെ ഭക്ഷ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന എല്ലാം സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അയാൾ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആ സംസ്ഥാനത്തെ ഭരണം കൊണ്ടുപോയിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുക, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലടക്കം വലിയ രീതിയിൽ ബീഹാറിനെ അല്ലെങ്കിൽ ബീഹാർ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടെ കുറെ മൂരികൾ കിടന്ന് കരയുമ്പോൾ ആ മൂരികളുടെ കരച്ചിലിന് ഒരു ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. ബീഹാറിൽ BJP അധികാരത്തിലെത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് സർവേകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.